നിങ്ങൾ ശരിക്കും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ഇപ്പോൾ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ പോയപ്പോൾ അവരുടെ രേഖകൾ പോയി അവരെ പുനരധിവസിപ്പിക്കണം ആ രീതിയിലൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക അവരേക്ക് ഇവിടെ മാറ്റുക ഇവരുടെ രേഖകൾ തിരിച്ചു കൊടുക്കുക ഇവരെ പോലുള്ള കച്ചവടക്കാർക്ക് ഉപജീവനം കൊടുക്കാനുള്ള സംവിധാനം. ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ആ പ്രൊജക്റ്റ് കടകളും ദേവാലയങ്ങളും എല്ലാം, പക്ഷേ ഇത് ഞങ്ങൾ പുത്തുമലയിലും കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാവണമെന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഇവർക്ക് ആവശ്യം ജീവിക്കാൻ ഇവിടെ ടൂറിസം സൂചിപ്പാറ ഒരാൾ മരിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ വാശിയിൽ അന്ന് ഡെഡ് ബോഡി തടഞ്ഞു നിർത്തി ഫോറസ്റ്റ് വെഹിക്കിൾ നശിപ്പിച്ചു. അതിന്റെ വാശിയിൽ എല്ലാ എക്കോ ടൂറിസം കേന്ദ്രങ്ങളും മറ്റൊരു വിഷയമാണെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആ സമയത്ത് ഓടിയെത്തിയവരുണ്ടാവും. നമ്മളെല്ലാവരും ആ സമയത്ത് അവിടെ എത്തിയതാണ്. ഏകദേശം ഒരു 4:30 ആവുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ഇത് ടോർച്ച് അടിച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു ഇരുട്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വേറൊരു കാര്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത പോലെ ഒരു ടൗൺഷിപ്പ് ഇവിടെ വരികയാണെങ്കിൽ തന്നെ അത് ഏത് ഏരിയയിൽ പോസിബിൾ ആവുന്നുള്ളത് നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ തോട്ടം മേഖലയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് ചിട്ടി പിടിച്ചും മക്കളെ വളർത്തിയും വിദേശത്ത് വിട്ടൊക്കെ അവരുടെ സ്വപ്നമായ വീടും കാറും ഒക്കെ ലോൺ എടുത്ത് ചെയ്തവരാ. അവരുടെ ബാധ്യതകളെ ലയബിലിറ്റീസ് ഒഴിവാക്കുന്ന രീതിയിലേക്ക് എന്തായാലും വരണം. കാര്യം പലരുടെയും ഇപ്പം നിലവിൽ കുടുംബങ്ങളെ പോയി ബാക്കി അവശേഷിക്കുന്ന ഒരു ടെൻഷന് അതും കൂടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഇവർക്കൊക്കെ ഈ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞത് എത്ര സമയത്തിനുള്ളിൽ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളാണെങ്കിലും മോശമാക്കി പറയുന്നതല്ല. വേറെ വാർത്ത കിട്ടുമ്പോൾ അവർ പോവും, പക്ഷേ ഇവിടെ ഉള്ളത് ഇവർ ബാക്കിയാവുന്ന സമയത്ത് ഇത് ഒറ്റപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ. നിങ്ങളൊരു ഭയം എന്ന് പറയുന്നത് ഇപ്പം ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങളടക്കമുള്ള എല്ലാവരും ഉണ്ട്, സർക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷേ ഒരു 1-2 ആഴ്ച കഴിയുമ്പം ഇത് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും മറ്റു മേഖലകളിലേക്ക് പോകും, കെട്ടണയും അവസാനം ഒറ്റപ്പെടുന്നത് ഈ മനുഷ്യരെ. പുത്തുമലത്ത് സംഭവിച്ചപ്പോൾ ഇതേപോലെ ജനങ്ങളൊക്കെ എല്ലാവരെയും ഇറക്കി മാറ്റിയോണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ക്ലിയർ ആയത്. ഇവിടെ സംഭവം സിഗ്നൽ കിട്ടിയിരുന്നു, പക്ഷെ അങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെ എടുത്ത് ഈ തള്ള വയസ്സുമാർ മക്കളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എവിടേക്കെങ്കിലും മാറാൻ പറ്റുമോ? പഞ്ചായത്തിൽ ഒരു അതിർ വന്നിട്ട് മാറിക്കൂടി എന്നാണ് പറയാന്നല്ലാതെ ഞാൻ ചുരുമൽ തന്നെയാണ്. ഞാനിപ്പോൾ ഈ സമയത്ത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ഇതാണ്, അതായത് പടവട്ടിക്കുന്നതിന്റെ ഇപ്പുറം അംബേദ്കർ കോളനിയാണ്. ഈ ഫസ്റ്റ് പൊട്ടിട്ടാണ് നമ്മളെ വീട്ടിലുള്ള കിണറിനൊക്കെ വെള്ളം കലങ്ങി മറിഞ്ഞു വന്ന്. പക്ഷെ നമ്മളിത് റിപ്പോർട്ട് കൊടുക്കാതെ അതിൻ്റെ അടുത്ത് കുറെ റിസോർട്ടുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ റിസോർട്ടിന്റെ അടിയൊക്കെ പൊട്ടി വന്നിട്ട് റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ഇവരെ പ്രശ്നം ഈ മലയാളിമാരൊക്കെ ഓരോരുത്തർ ഞങ്ങളടുത്ത് പ്രശ്നത്തിന് വന്ന് നിങ്ങൾ ഇവിടെ പണിയിടുന്ന ഇല്ലാതാക്കണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നമ്മളിപ്പോ ആ കുന്നിൽ തന്നെ, അതായത് പടവെട്ടിന്റെ ഏറ്റവും ടോപ്പിലപ്പം നമ്മള് ഇത് നെക്സ്റ്റ് ഇനി പൊട്ടാൻ പോകുന്നത് ഞങ്ങൾ കുന്നാ. ഇപ്പൊ പുത്തുമല പൊട്ടിച്ചതിന്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്, പടവെട്ടിന്റെ തൊട്ടിപ്പുറമാണ് ഞാൻ നിൽക്കുന്നത്. ഈ രണ്ടിന് സെൻട്രലായിട്ട് പേടിയില്ലേ? പേടിയില്ലാന്നപ്പം സാറേ, ഇപ്പം ഈ ഞങ്ങൾ ഈ പറഞ്ഞ 450-300-400 രൂപയ്ക്കുള്ള കൂലിപ്പണി എടുക്കുന്നത് എൻ്റെ മോളാണ് ഈ കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ അന്ന് 1:35 ഫസ്റ്റ് പൊട്ടിട്ടുന്ന സമയത്ത് എൻ്റെ വീടൊക്കെ ജർക്കിങ് ആയി. ആ സമയത്താണ് നിങ്ങൾ അറിഞ്ഞു ഉണർന്ന് കിടക്കുന്നത്. അന്നത്തെ മഴ ഭയങ്കര ഗംഭീര മഴയാണ് സാറേ. മഴ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഇരുടും കാറ്റാണ്. അതേപോലെ ആനകൾ കംപ്ലീറ്റ് ഈ കുന്നുകൂട്ടി ഇപ്പം എൻ്റെ മറയിലേക്കാണ് വന്നത്. ഞാൻ എൻ്റെ കൊച്ചിനൊക്കെ എടുത്തിട്ട് ചാടി വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം. എൻ്റെ മോളൊരു കുട്ടി, എൻ്റെ ഈ സുഖല്ലാത്ത മോളെന്ന് പറഞ്ഞാൽ ഈ കിഡ്നി പേഷ്യൻ്റാണ്. ഈ നീരൊക്കെ ശരീരത്തിൽ ഉണ്ടായിട്ട് അവർക്ക് നടക്കാനായിരിക്കണം. ഇല്ലല്ല, ഇത്ര താഴ്ചയിലാണ്, നല്ല തറച്ച മണ്ണ് താന്നു പോവുക സാറേ. റോഡ് കംപ്ലീറ്റ് ഇപ്പോൾ പോയി, വെള്ളം ഒഴുകിയിട്ട് വീടിൻ്റെ അടുക്കള. അവിടെ നിന്ന് വന്ന് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലാൻഡ് ചെയ്ത് ഞങ്ങളവിടെ 7 കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ റോട്ടിൽ വെള്ളം പൊന്നിട്ട് അത് അപ്പുറമാണ് സാറേ. എന്നുവെച്ചാൽ ഈ മറിയാണ് പൊട്ടിപ്പോയത്. ഈ മറിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന് ഇങ്ങനെ വകയാണ് പുത്തുമല കേൾക്കുന്നത്. ഞാൻ ഇതിന്റെ സെന്ററിലാണ്. ഞങ്ങൾ ഒരു 5 കുടുംബം അവിടെ കണ്ടിന്യൂആയിട്ട്. രാത്രി 2 മണിയായപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങി പോന്നു? ഞങ്ങൾ 2 മണിയല്ല, 1:35 തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒച്ച കേട്ട് കിണറ്റിൽ നിന്ന് ഒരു കുളുകുളൂന്നുള്ള ഒച്ച കേട്ട്. അപ്പൊ നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ചെറിയ ഉറവായിരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉറവില്ലാത്ത സ്ഥലം ഇത്. അപ്പോൾ ആ ഉറവിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കിണറ്റിൽ നിന്നാണ് വെള്ളം പൊന്നുന്നത്. അദ്ദേഹം വെച്ചാൽ പാറ ഒരു 6 കോൽ താത്തിയ പാറയാണ്. അതിൽ നിന്ന് വെള്ളം കലങ്ങി വരണമെങ്കിൽ അപ്പം എത്ര ഇതുണ്ട്. നമ്മളെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൻ തള്ളുകയാണെന്ന് അറിയും. അപ്പം നമ്മളതിന് തള്ളാനും പോയില്ല, ഒന്നിനും പോയില്ല. അപ്പം തന്നെ നമ്മളെ ഫാമിലിനെ വിളിച്ചിട്ട് നമ്മളെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിൽ വന്നിട്ട് ലാൻഡ് ചെയ്ത്. എന്നിട്ട് രാവിലെയാണ് ഞങ്ങൾ രാവിലെ നോക്കുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഭീകരത മനസ്സിലാവും. ഭീകരത പറഞ്ഞാൽ ഞാൻ ഫാമിലിനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സുഹൃത്തുക്കളാ ഭാഗത്തില്ലേ ഒരുപാട് പേര് പോയവരെല്ലാം. ഈ പോയവരൊക്കെ നമ്മളിപ്പോൾ ക്ലാസ്മേറ്റ് ഉണ്ട്, നമ്മളെ ബന്ധുക്കളുണ്ട്, നമ്മളെ കൂടെ രാവിലെ നിന്ന് ചായ കുടിക്കുന്നവരുന്നുണ്ട്, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട് സാറേ. പലരെയും കിട്ടിയോ തിരിച്ച്? കുറേ എണ്ണം ഇനിയും കിട്ടാണ്ട്. നമ്മളെ സുഹൃത്തിൻ്റെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല.